Hello everyone, welcome to my YouTube channel. So, ഇന്ന് നമ്മൾ the very first topic ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. അപ്പോൾ വിത്തൗട്ട് മച്ച് വേസ്റ്റേജ് ഓഫ് ടൈം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ചെറിയ മൈൻഡ് മാപ്പ് കൊടുത്തിരുന്നു. ഹോപ്പ് എവ്രി വൺ ഹാവ് വാച്ച് ദാറ്റ്. സോ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. And you know that human evolution കുറിച്ച് പറയുമ്പോൾ earth was formed around 4500-600 million years ago. പിന്നീട് ലൈഫ് വന്നത് 3500 million years ago ആണ്. അതിനുശേഷം ആണ് നമ്മുടെ ഹ്യൂമൻസ് ലൈഫ് ഇൻ ദ കേസ് പ്ലാന്റ്സും ആനിമൽസും എല്ലാം അപ്പിയർ ചെയ്യുന്നത് ഈ പറഞ്ഞ 3500 million years ago ആണ്. അതിനുശേഷമാണ് ഹൊമിനിഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പ്. ദേ ആർ ബേസിക്കലി ഏപ്പ് ലൈക്ക് ക്രീച്ചേഴ്സ്. ഏപ്പ് ലൈക്ക് മാൻ ലൈക്ക് ആണ് അവർ വരുന്നത്. നമ്മുടെ ഓസ്ട്രേലോപിത്തിക്കസ്, രാമാപിത്തിക്കസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണ്. പിന്നീട് ഹോമോ ഹാബിലിസ് വന്നു. പിന്നീട് ഹോമോ ഇറക്ടസ് വന്നു. ഹോമോ ഇറക്റ്റ് അല്ലെങ്കിൽ അപ്രൈറ്റ് മാൻ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ദ ഫസ്റ്റ് ഹ്യൂമൻസ് ടു മൈഗ്രേറ്റ്. എല്ലാ ഹ്യൂമൻസിൻ്റെയും ഒറിജിൻ സൗത്ത് ഈസ്റ്റ് ഓഫ് ആഫ്രിക്ക ആണ്. അവിടുന്ന് ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോമോ ഇറക്ടസ് ആണ്. നമുക്ക് ഫയർ യൂസേജ് ആദ്യമായിട്ട് ഈ ഹോമോ ഇറക്ടസിൻ്റെ അടുത്തു നിന്നാണ് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നീട് ഹോമോ സേപ്പിയൻസ്, നമ്മുടെ മോഡേൺ മാൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഉള്ള മോഡേൺ മാൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ദ ഹോമോ സേപ്പിയൻസ് ആണ് വരുന്നത്. ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ടുള്ള മോഡേൺ മാനാണ് വരുന്നത്. ദെൻ ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സ് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്യുന്നത് ആഫ്രിക്കയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഫ്രിക്കയിൽ പോലെയല്ല ഇന്ത്യയിൽ അത്ര എന്താ പറയുക ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സിൻ്റെ ഫോസിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു ഫോസിലുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഹാത്നോറ ഇൻ മധ്യപ്രദേശ്. അവിടെ നമുക്ക് നർമ്മദ ഹ്യൂമൻ എന്നുള്ളൊരു ഹ്യൂമൻ ബ്രെയിനാണ് കിട്ടിയിട്ടുള്ളത്, ക്രേനിയമാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് നർമ്മദ ഹ്യൂമൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഹോമോ ഇറക്ടസിൻ്റെ ക്രേനിയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരേ ഒരു എക്സിസ്റ്റിംഗ് ഫോസിലും കൂടിയാണ് ഈ നർമ്മദ ഹ്യൂമൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ശ്രീലങ്കയിലാണ് ഹോമിനിഡ്സിൻ്റെ ഫോസിൽസ്. ബാത്തഡോംബ ലെന കേവ് ആൻഡ് ഫാഹിയൻ കേവിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതുപോലെ ഓസ്ട്രിച്ചിൻ്റെ എക്സിൻ്റെ എവിഡൻസ് നമുക്ക് ഈ പറഞ്ഞ കേവുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനി നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയെക്കുറിച്ച് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് മാത്രമല്ല, പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയിൽ സ്റ്റോൺ ഏജ് ഉണ്ട്, ബ്രോൺസ് ഏജ് ഉണ്ട്, അയൺ ഏജ് ഉണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് കോപ്പർ ഏജും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ബേസിക്കായിട്ട് ഈ 3 ക്ലാസിഫിക്കേഷനാണുള്ളത്. അതിൽ എന്തുകൊണ്ട് സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു എന്ന് വെച്ചാൽ 99% ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററിയും കവർ ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റോൺ ഏജ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: ലോവർ പാലിയോ, മിഡിൽ പാലിയോ ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ്. ലോവർ പാലിയോലിത്തിക് ഏജ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് 1863 റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഹാൻഡ് ആക്സ് അദ്ദേഹം പല്ലവാരം, ചെന്നൈക്കടുത്ത് പല്ലവാരത്തു നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ HT സംഗാരിയ ഇൻ 1955 നിയർ പ്രവാര റിവർ അറ്റ് നെവാസ ഇൻ മഹാരാഷ്ട്രയ്ക്കടുത്ത് നെവാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവാര നദി അവിടെ ഒരു മിഡിൽ പാലിയോ സൈറ്റ് ഉള്ളതായിട്ടാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഈ പ്രവാര നദി എന്ന് പറയുന്നത് ഗോദാവരിയുടെ ഒരു ട്രിബ്യൂട്ടറി കൂടിയാണ്. ദെൻ വി ഹാവ് ദ അപ്പർ പാലിയോലിത്തിക്. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആൾക്കാർക്ക് ഡിസ്കവറി കൊടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാതിരുന്നത്. ദെൻ ടൈം ലൈൻ ഓഫ് എക്സിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൊത്തം പാലിയോ പീരീഡ് കവർ ചെയ്യുന്നത് ഒരു 2 million years ago to 10,000 years ago വരെയാണ്. അതിൽ ലോവർ പാലിയോ 2 million to 60,000 years ago. മിഡിൽ പാലിയോ വരുമ്പം 385,000 to 40,000
ഇയേഴ്സ് എഗോ ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും ലേറ്റ് പാലിയോ വരുന്നത് 40,000 to 10,000 ഇയേഴ്സ് എഗോ ആണ് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ടൂൾസിലേക്ക് പോവാം. നമ്മൾ ലോവർ പാലിയോ, മിഡിൽ പാലിയോ, അപ്പർ പാലിയോ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൂളിൻ്റെ അളവുകൾ, ഏറ്റവും വലിയ ടൂളുകളൊക്കെ ആദ്യകാലങ്ങളിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടൂളിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു. എന്തിനാണ് ഇവർ ടൂൾ യൂസ് ചെയ്തിരുന്നത്? ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് ഇരുന്നത് അല്ലേ. അപ്പോൾ എന്ത് കൊണ്ടായിരിക്കും ഇവർ ടൂൾ ഉണ്ടാക്കിയിരിക്കുക? യെസ്, സ്റ്റോൺ ടൂളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ടൂളുകൾ യൂസ് ചെയ്തിരുന്നതായിട്ടും ബോണിൻ്റെ ടൂളുകൾ യൂസ് ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പം എന്തായാലും മെജോറിറ്റിയും സ്റ്റോൺ ടൂളുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഹാൻഡ് ആക്സുകൾ, ക്ലീവർ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ലോവർ പാലിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ലോവർ പാലിയോലിത്തിക് ടൂളുകൾ നമുക്ക് എല്ലായിടത്തും ഒന്നും കാണാൻ സാധിക്കില്ല. സദേൺ തമിഴ്നാടു, അതേപോലെ ഹില്ലി ഏരിയാസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സും ഗംഗാ വാലിയിലെ ചില ഏരിയാസിൽ നമുക്ക് എന്താണ് ഈ ലോവർ പാലിയോലിത്തിക് ടൂളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊരു ഓപ്ഷനായിട്ട് എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ദെൻ നമ്മൾ മിഡിൽ പാലിയോയിലേക്ക് പോകുമ്പോൾ ടൂൾസിൻ്റെ സൈസ് കുറഞ്ഞു വന്നു. കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷാർപ്പറായിട്ടുള്ള ടൂളുകൾ വന്ന് തുടങ്ങി. ഹാൻഡ് ആക്സുകളുടെ എണ്ണം കുറഞ്ഞാണ് വന്നത്. കുറച്ചും കൂടെ പോയിൻറ്റിങ് ആയിട്ടുള്ള ചോപ്പിംഗ് ടൂളുകളാണ് ഈ ഒരു പീരീഡിൽ യൂസ് ചെയ്തിരുന്നത്. ലേറ്റർ പാലിയോലിത്തിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് മൈക്രോലിത്തിക് ടൂളുകളാണ് യൂസ് ചെയ്തത്. വളരെ ടൈനി ആയിട്ടുള്ള സ്റ്റോൺ ടൂളുകളും അതേപോലെ ബോൺ ടൂളുകൾ. ബോൺ എവിടെ നിന്നായിരിക്കും? ഈ ഹണ്ട് ചെയ്ത ആനിമൽസിൻ്റെ ബോണാണ് ഈ ബോണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഈ പറഞ്ഞ ടൂളുകളും ഇവർ ഉപയോഗിച്ചിരുന്നു. ഈ ബോൺ ടൂളുകളും ഫോണൽ റിമൈൻസും ഒക്കെ നമുക്ക് കർണൂൽ കേവ്സ്, ആന്ധ്രാപ്രദേശിലെ കർണൂൽ കേവ്സിൽ നിന്ന് അതിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രി നോക്കാം. അക്യൂലിയൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹാൻഡ് ആക്സ് ഇൻഡസ്ട്രി ആണെന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചെന്നൈക്കടുത്ത് പല്ലവാരത്തു നിന്നാണ് ഹാൻഡ് ആക്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അപ്പം വൈഡായിട്ട് ഹാൻഡ് ആക്സുകൾ യൂസ് ചെയ്തിരുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ലോവർ പാലിയോലിത്തിക്കാണ്. അതുകൊണ്ട് നമ്മളതിനെ അക്യൂലിയൻ ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത് ഹാൻഡ് ആക്സ്. മിഡിൽ പാലിയോയിലേക്ക് വന്നപ്പോൾ അത് ഫ്ലേക്ക് ഇൻഡസ്ട്രി ആയിട്ട് മാറി. കുറച്ചും കൂടെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലേക്സ്, അത് പെബിൾസ് വെച്ചിട്ട് അതിനെ മൂർച്ചപ്പെടുത്തി എടുക്കുന്നതിനാണ് ഈ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പർ പാലിയോലിത്തിക്കിലേക്ക് വന്നപ്പോൾ നമുക്ക് മൈക്രോലിത്തിക് ബ്ലേഡ് ഇൻഡസ്ട്രിയാണ് നമുക്ക് കാണാൻ. എന്താണ് വളരെ ടൈനി ടൂളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി വേ ഓഫ് ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലിയോലിത്തിക് ഫേസിലുള്ളവരെല്ലാവരും ഹണ്ടർ ഗ്യാദറേഴ്സ് തന്നെയാണ്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ദേ ആർ മോസ്റ്റ്ലി മൊബൈലാണ്. അത് സെഡൻഡറി ലൈഫ് സ്റ്റൈലൊന്നുമല്ല, മൊബൈലായിരുന്നു. അവർക്ക് ഓരോ റിസോഴ്സുകൾ തപ്പി ടൈം ടു ടൈം ട്രാവൽ ചെയ്തുകൊണ്ടേയിരുന്നു. അതേപോലെ ഷെൽട്ടേഴ്സ് തപ്പി നടന്നുകൊണ്ടേയിരുന്നു. ഒരു സെറ്റിൽഡ് ലൈഫ് ആയിരുന്നില്ല. ഓപ്പൺ എയർ, റിവർ വാലീസ്, റോക്ക് ഷെൽട്ടേഴ്സ്. ഭീംബെട്ക ഇൻ മധ്യപ്രദേശ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റോക്ക് ഷെൽട്ടർ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേറ്റ് പാലിയോലിത്തിക് പീരീഡിൽ നമുക്ക് ആർട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്സിൻ്റെ എവിഡൻസ് എവിടെ കിട്ടിയിട്ടുണ്ട്? റോക്ക് ഷെൽട്ടേഴ്സ്. ലേറ്റ് പാലിയോലിത്തിക്കിലാണ് അത് കാണാൻ പറ്റുന്നത്. അതേപോലെ ട്രേസസ് ഓഫ് ആഷ്, ഫയർ യൂസ് ചെയ്തിരുന്നതായിട്ട് കർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ഇത് ലേറ്റ് പാലിയോലിത്തിക് പീരീഡാണ്. ലേറ്റ് പാലിയോലിത്തിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ ടുവേർഡ്സ് മീസോലിത്തിക് പീരീഡ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ നമുക്ക് നോക്കാം. ലോവർ പാലിയോലിത്തിക് സൈറ്റ് മെയിനായിട്ട് സൈറ്റുകൾ നോക്കാം. അതിരമ്പക്കം, പല്ലവാരം ആൻഡ് ഗുഡിയാം. ഇത് മൂന്നും ചെന്നൈക്കടുത്ത് തമിഴ്നാട്ടിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതിരമ്പക്കം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇറ്റ് ഈസ് എ ഓൾഡസ്റ്റ് അക്യൂലിയൻ സൈറ്റാണ്. പല്ലവാരമാണ് ആദ്യമായിട്ട് ഒരു ഹാൻഡ് ആക്സ് റോബേഴ്സ് ബ്രൂസ് ഫുട്ട് കണ്ടുപിടിക്കുന്ന പല്ലവാരത്തു നിന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഹൺസ്കി വാലി, ഇസാംപൂർ, ഇത് രണ്ടും കർണാടകയിലാണ്. ദെൻ ഭീംബെട്ക റോക്ക് ഷെൽട്ടേഴ്സിന്
പ്രസിദ്ധമാണ്. ദെൻ മധ്യപ്രദേശിലാണ്. ബേലൻ വാലി ഇൻ UP. ബേലൻ വാലിന് നിങ്ങൾ ഇനിയും കേൾക്കും. കാരണം എന്തെന്നറിയോ, ബേലൻ വാലിയിലാണ് ലഹുരദേവ, അത് ചോപ്പാനി മുണ്ട, ഇതൊക്കെ UPയിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയാണ് ആദ്യമായിട്ട് റൈസ് കൾട്ടിവേഷൻ വന്നതിൻ്റെ പ്രൂഫുള്ളത്. Then Dhidwana in Rajasthan, Singvi Talav in Rajasthan. This is an Acheulean site. Then Andhra Pradeshile Nagarjuna Konda. Then Bori in Maharashtra. The earliest lower Paleolithic site ആണ് ബോറി ഇൻ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. എല്ലാ സൈറ്റുകളും ഇതിനകത്ത് കവേർഡ് അല്ല. ഞാൻ തമിഴ്നാട് NCERT റെഫറൻസാണ് എടുത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ അല്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സീരീസ് തമിഴ്നാട് NCERT റെഫറൻസിൻ്റെ ആണ്. അപ്പോൾ ഈ സീരീസ് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ RS ശർമ്മയുടെ സീരീസ് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ മെയിൻ NCERTസിൻ്റെ ഒരു സീരീസും കൂടെ. അപ്പം ഇതെല്ലാം ക്ലബ് ചെയ്ത് എല്ലാം കൂടെ ലാസ്റ്റ് നമ്മൾ ഒന്ന് ഇതാക്കി ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം കൂടെ. അപ്പോൾ ഇപ്പം ഇത്രയും സൈറ്റുകൾ ഇതിനകത്ത് മെൻഷൻഡ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ NCERTs വേറെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആഡപ്പ് ചെയ്യാം, അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അടുത്ത സെഷൻസ് വരുമ്പോൾ നമുക്കിതിനകത്ത് ആഡ് ഓൺ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേപോലെ നമ്മൾ മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാം റിവർ വാലികൾ, ഞാൻ ഫ്ലേക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പെബിൾസ് വെച്ചിട്ട് മൂർച്ച കൂട്ടുന്ന സെറ്റപ്പാണ് ഈ ഫ്ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലേക്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവർ സോഴ്സ് വേണം. അപ്പോൾ നർമ്മദ, ഗോദാവരി, കൃഷ്ണ, യമുന അങ്ങനെയുള്ള റിവർ വാലികളൊക്കെയാണ് മിഡിൽ പാലിയോലിത്തിക്കിൻ്റെ സൈറ്റുകൾ. അതുകൊണ്ട് തന്നെ പല പേരുകൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ലേറ്റ് പാലിയോലിത്തിക്കിലേക്ക് പോകുമ്പം കുറച്ച് സൈറ്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. മെറൽ ഭാവി ഇൻ കർണാടക, കർണൂൽ കേവ്സ് ഇൻ ആന്ധ്രാപ്രദേശ്, ഗോദാവരി ഖനി ഇൻ തെലങ്കാന, ബാഗോർ 1 and 3. ബാഗോർ 1 and 3 സൺ വാലിക്കടുത്താണ് ഇൻ മധ്യപ്രദേശ്. ഈ ബാഗോർ 1 and 3 അല്ലാതെ ബാഗോർ 2 എന്ന് പറയുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. ബാഗോർ 2 ഇസ് എ മീസോലിത്തിക് സൈറ്റ്. അത് ഓർത്ത് വയ്ക്കുക, അത് മാറിപ്പോവരുത്. അത് എൻ്റെ ഷോർട്സിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബാഗോർ 1 and 3 ആർ പാലിയോലിത്തിക് സൈറ്റ് ആൻഡ് ബാഗോർ 2 ഈസ് എ മീസോലിത്തിക് സൈറ്റ്. ചിലപ്പോൾ ഓപ്ഷൻസിൽ കയറി വരാം. അപ്പോൾ ഈ ബാഗോർ 3യിലാണ് നമുക്ക് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് എ ഷ്രൈൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും ഏർലിയസ്റ്റ് ഒരു ഷ്രൈൻ വന്നതായിട്ട് കാണപ്പെടുന്നത്. ഷ്രൈൻ എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് പൂജ ചെയ്യുന്ന ആ മൂർത്തിയാണ് നമ്മൾ ഷ്രൈൻ എന്ന് വിളിക്കുന്നത്. അല്ല, ആ ഒരു ഇതിനെയാണ് ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഈവൻ ഒരു സ്റ്റോൺ ആണെങ്കിൽ പോലും അതിനെ നമ്മളൊരു ഷ്രൈൻ എന്ന് വിളിക്കാറുണ്ട്. ദെൻ പട്ന ഇൻ മഹാരാഷ്ട്ര. ഓസ്ട്രിച്ചിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഭീംബട്ക റോക്ക് ഷെൽട്ടേഴ്സിലും പട്നയിലുമാണ്. അതേപോലെ ശ്രീലങ്കയിലെ ഫാഹീൻ, ബാത്തോഡൊമ്പ, ലേന കേവ്സിലും നിങ്ങൾക്ക് ഓസ്ട്രിച്ചിൻ്റെ എക്സിൻ്റെ എവിഡൻസ് കാണാൻ സാധിക്കും. ദെൻ ഇൻസൈസ്ഡ് ഓസ്ട്രിച്ച് എഗ് ഷെൽ ഫോർ ബീഡ്സിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഓസ്ട്രിച്ചിൻ്റെ എഗ് ഷെല്ലുകൾ, അത് ഇൻസൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിത്രപ്പണികൾ ഇതിൽ കുഴിച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജ്വാലാപുരം, ആന്ധ്രാപ്രദേശിലെ ജ്വാലാപുരത്തു നിന്നും മഹാരാഷ്ട്രയിലെ പാട്നയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പാലിയോലിത്തിക് പീരീഡിൻ്റെ ആ ഒരു 3 മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ ഈ സൈറ്റ്സിൻ്റെ ഒരു ഇതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഒരുവിധം കവേർഡാണ്. ഇതിൽ ഒരുപാട് ആഡ് ഓൺ ഒന്നും ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സൈറ്റുകൾ മാത്രം ചിലപ്പം 1-2 അഡീഷൻസൊക്കെ വരാം. കാരണം പല സൈറ്റുകൾ മിക്സഡ് ആയിട്ട് കിടക്കുകയാണ്. ചില ലോവർ പാലിയോലിത്തിക്, ചിലപ്പോൾ മീസോലിത്തിക്കിൽ കയറി വരും. അപ്പം കോമൺ ആയിട്ട് ഈ 3 പീരീഡും എക്സിസ്റ്റ് ചെയ്യുന്ന സൈറ്റുകളും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ സൈറ്റുകൾ നമുക്ക് എല്ലാം കൂടെ പിന്നീട് ഒരു സെഷൻ മാപ്പിങ്ങിൽ നോക്കാം. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചോളാം. ഇനി നമ്മൾ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് നോക്കാം. നമ്മൾ ഓൾറെഡി പാലിയോ കവർ ചെയ്തതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതൊരു കമ്പാരിസൺ പോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് വുഡ് ബി മോർ ഈസി ഫോർ സ്റ്റഡിയിങ്. ആ ഒരു കമ്പാരിസൺ എളുപ്പമാക്കും, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഈ പാരഗ്രാഫ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ ഒരു രീതിയാണ്. സോ ടൈം ലൈൻ ഓഫ് എക്സിസ്റ്റൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പാലിയോലിത്തിക് ആണ് 2 million years ago to 10,000 years ago വരെയാണ്. മീസോലിത്തിക്കിൻ്റെ ടൈം പീരീഡോ ആ പറഞ്ഞ 10,000 years ago ആ ഒരു കാലയളവാണ്. നിയോലിത്തിക് എന്ന് പറയുമ്പോൾ 10,000 to
3000 ഇയേഴ്സ് എഗോ വരെയുള്ള കാലയളവാണ് നിയോലിത്തിക്. ശരിക്കും പറഞ്ഞാൽ മീസോലിത്തിക് എന്ന് പറയുമ്പം പാലിയോലിത്തിക്കിൽ നിന്നും നിയോലിത്തിക്കിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് എന്ത്, മീസോലിത്തിക്. അതുകൊണ്ട് ഈ 10,000 എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് ഓർത്ത് വെച്ചേക്കാം. ടൂൾസ് പാലിയോലിത്തിക്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്താണ്, ഹാൻഡ് ആക്സ്, പെബിൾ ഫ്ലേക്ക്, മൈക്രോലിത്ത്. ഇത് മൂന്നായതുകൊണ്ടാണ് ഞാൻ മൂന്നായിട്ട് എഴുതി വെച്ചേക്കുന്നത്, ഓർത്തു വയ്ക്കുക. മീസോലിത്തിക്കിലേക്ക് വരുമ്പം ലേറ്റ് അല്ലെങ്കിൽ അപ്പർ പാലിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്, മൈക്രോലിത്തുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂളുകൾ, സ്പെസിഫിക് പേരൊന്നും മെൻഷൻഡ് അല്ല, കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂളുകളാണ് യൂസ് ചെയ്തിരുന്നത്. കുറച്ചും കൂടെ ടൂൾ ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻറ്റ് വന്നെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. Then way of life. Paleo people we know they are hunter gatherers. മീസോലിത്തിക്കിലും ഹണ്ടർ ഗ്യാതറിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഫിഷിംഗ് എന്നുള്ള ഒരു അഡീഷണൽ സാധനം കയറി വന്നു. അവർ ഫിഷിനെ കൊന്ന് തിന്നാൻ തുടങ്ങി എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് മീസോലിത്തിക്കിലൊരു ഡെവലപ്മെൻ്റ് ആണ്. അതേപോലെ മെൻ ആൻഡ് വിമൻ പാർട്ടിസിപ്പേറ്റ്, ഈ ഒരു ആക്ടിവിറ്റിയിൽ ബോത്ത് മെൻ ആൻഡ് വിമൻ പാർട്ടിസിപ്പേറ്റഡ്. ഓക്കെ, ഇനി നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഫുഡ് പ്രൊഡ്യൂസിങ് എക്കണോമി, അതായത് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആദ്യമായിട്ട് ഫുഡ് സ്വന്തമായിട്ട് എന്താണ് കൊന്നു തിന്നുന്നതല്ലാതെ ഫുഡ് സ്വന്തമായിട്ട് അതായത് അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു സാധനം തുടങ്ങുന്നത് നിയോലിത്തിക് പീരീഡിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതിനർത്ഥം ഒന്നും കൂടിയാണ്, എന്താണ്, അവരെവിടെയോ താമസിച്ച് തുടങ്ങി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ പാലിയോയിൽ കാണാൻ പറ്റില്ല, മീസോയിൽ കാണാൻ പറ്റില്ല, പക്ഷേ നിയോലിത്തിക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫയർ യൂസേജ്, ആഷിൻ്റെ എവിഡൻസ് നമുക്ക് കർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ലേറ്റർ അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ, ലേറ്റർ സെയിം ആണ്, അപ്പർ പാലിയോലിത്തിക്കിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അപ്പം ഒബ്വിയസ്ലി മീസോലിത്തിക്കിലും ഫയറിൻ്റെ യൂസേജ് ഉണ്ട്, നിയോലിത്തിക്കിലും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ പാലിയോലിത്തിക് പീപ്പിൾ ദേ വെർ മൊബൈൽ, they preferred open air, river valleys, caves and rock shelters as we have already discussed. അപ്പം മീസോലിത്തിക്കിലേക്ക് വരുമ്പോൾ മൊബൈൽ തന്നെയാണ്, പക്ഷേ ഇവർ ടെമ്പററി ആയിട്ടുള്ള സർക്കുലർ ഹട്ടുകളൊക്കെ എന്താണ് നിർമ്മിച്ചു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു സെമി പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, രണ്ടിൻ്റെ ഇടയിലുള്ള, ഞാൻ പറഞ്ഞ ഒരു ട്രാൻസിഷൻ ഫേസ്, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഇതാണെന്ന് ഓർത്തു വെച്ചു. ഒരു സെമി പെർമനൻറ്റ് സെറ്റിൽമെൻറ്റുകളാണ് ഇവരപ്പോഴും റിവർ വാലികളും റോക്ക് ഷെൽട്ടറുകളും ഒക്കെ യൂസ് ചെയ്തിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ സെഡൻഡറി ലൈഫ്, ഞാൻ പറയില്ല അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അവിടെ നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവില്ലേ. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ വന്നു, വലിയ വലിയ വില്ലേജുകൾ വരുന്നു, പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ വന്ന് തുടങ്ങി. ഇനി ബറിയൽ ഓഫ് ഡെഡിൻ്റെ ബറിയൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലിയോലിത്തിക്കിൽ അത് കാണാൻ സാധിക്കില്ല, പക്ഷെ മീസോലിത്തിക്കിൽ ഡെഡിനെ ബറി ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. നിയോലിത്തിക്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബറിയൽസ് നിങ്ങൾക്ക് പിറ്റ് ബറിയൽസ് ഒക്കെ കാണാം. ഈ പിറ്റ് ബറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴി കുഴിച്ച് അതിനകത്ത് മരിച്ച ആളെ ഇടുക അല്ലെങ്കിൽ കിടത്തുക എന്നുള്ളതാണ്, കുഴിച്ച് മൂടുക എന്നുള്ളതാണ് പിറ്റ് ബറിയൽ. ബറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറയുന്ന ഒരു വലിയ പോട്ടാണ്. പോട്ടിനകത്ത് ഈ പറഞ്ഞ ഒന്നെങ്കിൽ കത്തിച്ച ശരീരത്തിൻ്റെ ബാക്കിയുള്ള ആഷസോ അല്ലെങ്കിൽ റിമൈൻസോ ഈ ഏണിനകത്ത് വെച്ചിട്ട് അത് കുഴിച്ചു മൂടുന്നതിൻ്റെയാണ് ഈ ബറിയൽ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ബറിയൽ സിസ്റ്റം നമ്മുടെ കേരളത്തിലെ മെഗാലിത്തിക് ബറിയൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മളും ഈ പറയുന്ന കൂട്ട് കുഴി കുഴിച്ച ആളെ അതിനകത്തിട്ട് കത്തിക്കുകയാണ്, എന്നിട്ട് ആ കുഴി മൂടുന്ന ഒരു സിസ്റ്റം നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ. പാലിയോലിത്തിക്കിലും മീസോലിത്തിക്കിലും ഇല്ലാത്തൊരു കാര്യം നിയോലിത്തിക്കിലുണ്ട്. ആനിമൽസിനെ വളർത്താൻ തുടങ്ങി, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്, ഓൾറെഡി ഞാൻ പാലിയോലിത്തിക് സൈറ്റുകൾ പറഞ്ഞതാണ്. ദെൻ മീസോലിത്തിക് സൈറ്റുകളിലേക്കാണ് പോവാം. മീസോലിത്തിക് സൈറ്റുകൾ എല്ലാ എക്കോ സോണുകളിലും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ കോസ്റ്റ് എടുത്തോട്ടെ, ഹില്ലി ഏരിയ എടുത്തോട്ടെ, ഡെൽറ്റ എടുത്തോട്ടെ, മൗണ്ടൈൻ എടുത്തോട്ടെ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ
മീസോലിത്തിക് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസ് പറയുമ്പം മുംബൈ, വിശാഖപട്ടണം, തൂത്തുക്കുടി, ഇവിടെയൊക്കെ ഒരു ടെറി ലാൻഡ്സ്കേപ്പാണ്. ടെറി ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ലാൻഡ്സ്കേപ്പിനെയാണ് ടെറി ലാൻഡ്സ്കേപ്പ് എന്ന് വിളിക്കുന്നത്. ദെൻ മഹാദഹ, ദാംദമ, സറായ് നഹറ, ഇതൊക്കെ UP-യിലാണ് ഉള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ദേ ബറീഡ് ഹ്യൂമൻ സ്കെലിട്ടണുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മഹാദഹയിൽ മെൻ ആൻഡ് വിമൻ വെയർ ബറീഡ് ടുഗെദർ വിത്ത് ഐവറി പെൻഡൻറ്റ്. മെന്നും വിമനും ഒരുമിച്ചുള്ള ബറിയിൽ നിങ്ങൾക്ക് കാണാം. ധിഡ്വാന, ഫ്രഷ് വാട്ടർ ലേക്കുകൾ. ദെൻ ഈ ധിഡ്വാന രാജസ്ഥാനിലാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പാലിയോലിത്തിക് സൈറ്റ് കൂടിയാണ്, അതും ലോവർ പാലിയോലിത്തിക് സൈറ്റ് കൂടിയാണ് ധിഡ്വാന. ഈ ധിഡ്വാന ഒരു മീസോലിത്തിക് സൈറ്റ് കൂടിയാണ്. ഇവിടെ ഫ്രഷ് വാട്ടർ ലേക്കിൻ്റെ, അതായത് ഇപ്പം നമ്മൾ രാജസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ വെള്ളം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഉണ്ട്, എന്നാലും രാജസ്ഥാൻ റിലേറ്റീവ്ലി ഡ്രൈ ആണ്. അപ്പം പണ്ട് ഫ്രഷ് വാട്ടർ ലേക്കുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ദെൻ ചന്ദ്രാവതി, ഇതെല്ലാം രാജസ്ഥാനിലാണ്. കനേവൽ ഗുജറാത്തിലാണ്. ക്യാമൽ ബോൺസിൻ്റെ എവിഡൻസ് നമുക്ക് കനേവലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഭീംബട്ക നമുക്കറിയാം അല്ലേ. ഭീംബട്ക റോക്ക് ഷെൽട്ടർ പാലിയോലിത്തിക് സൈറ്റാണ്, അതേപോലെ തന്നെ മീസോലിത്തിക് സൈറ്റുമാണ്. ഇവിടെ നമുക്ക് എൻഗ്രേവ്ഡ് ഹ്യൂമൻ ടൂത്ത്, അതായത് അതായത് പല്ലിനകത്ത് കുഴിയൽ, അതായത് ഡെന്റിസ്ട്രിയുടെ പണികൾ അന്നും ചെയ്തിരുന്നതായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. ദെൻ ബാഗോർ 2, ഞാൻ ബാഗോർ 1 and 2 നേരത്തെ പറഞ്ഞിരുന്നു. ബാഗോർ 2 മീസോലിത്തിക് സൈറ്റാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് നിയോലിത്തിക് പീരീഡാണ് നോക്കുന്നത്. ഇത് കുറച്ച് വൈഡറാണ്, കാരണം പല ഏരിയയിൽ പല സമയത്തായിരുന്നു നിയോലിത്തിക് പീരീഡ്. ഇതൊന്നും, അതായത് ഇപ്പോൾ പാലിയോലിത്തിക് ആയാലും മീസോലിത്തിക് ആയാലും നിയോലിത്തിക് ആയാലും ഇന്ത്യയിൽ സൈമൾട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ വന്ന ഒരു ഫേസുകളൊന്നുമല്ല. ചിലയിടത്ത് പാലിയോലിത്തിക് നടക്കുമ്പോൾ ചിലയിടത്ത് മീസോലിത്തിക് ആയിരിക്കും, ചിലയിടത്ത് നിയോലിത്തിക് ആയിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും സൈമൾട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ വന്നിരുന്ന കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ ചില സൈറ്റുകളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇങ്ങനെ ഒരേപോലെ ഇത് കണ്ടിന്യൂ ചെയ്ത് വന്നതായിട്ട് കാണാൻ പറ്റും. സോ മൂവിങ് ഓൺ ടു ദ നിയോലിത്തിക് സൈറ്റ്സ്. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പാകിസ്ഥാനും കൂടെ ചേർന്ന പ്രദേശമാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രിഡസസർ ഓഫ് IVC, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള സമയത്തുള്ള സൈറ്റുകളാണ് പറയുന്നത്. മെഹർഗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റ് ആൻഡ് ബാർലി ആദ്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? മെഹർഗഡിലാണ്. അതേപോലെ ഡൊമസ്റ്റിക്കേഷൻ എന്തിനെയൊക്കെയാണ്? ഷീപ്പിനെ, ഗോട്ടിനെ, എല്ലാത്തിനെ. അതുപോലെ എവിഡൻസ് ഓഫ് പോട്ടറി ആദ്യമൊന്നുമില്ല, ലേറ്റ് ഫേസുകളിലാണ് എവിഡൻസ് ഓഫ് പോട്ടറി നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ടും ഹ്യൂമൻ ടീത്തിൻ്റെ ഡ്രില്ലിങ് പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പിന്നെന്താണ്? സാറായ് കല, റാണ ഗുണ്ടായ്, ജലീൽപൂർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ സൈറ്റുകളാണ്, നിയോലിത്തിക് സൈറ്റുകളാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് കശ്മീരിലേക്ക് പോകാം. നോർത്തേൺ ഇന്ത്യ ആണല്ലോ കശ്മീർ. ഇതെന്ന് പറഞ്ഞാൽ കോൺടെമ്പററി ഓഫ് IVC, അതായത് IVC നടക്കുന്ന സമയത്ത് തന്നെയാണ് കശ്മീരിലെ നിയോലിത്തിക് കൾച്ചർ ഉണ്ടായിരുന്നത്. ബുർസാഹം, ഇതൊരു മെഗാലിത്തിക് കൾച്ചർ സൈറ്റാണ്. മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡെഡ് ബറിയൽസിൻ്റെ മേളിലൊരു സ്റ്റോൺ ഇറക്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ മെഗാലിത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ എന്താ പറയുക, ശവടക്ക് ചടങ്ങുകളിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ പേരെഴുതിയ ആ ഒരു സ്റ്റോൺ ഇറക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഈ മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. മെഗാലിത്തുകൾ എന്ന് പറയുന്നത് അതാണ്. ഓവൽ പിറ്റ് ഹൗസസ്. ദെൻ ഡൊമസ്റ്റിക് ഡോഗ്സ് വെയർ ബറീഡ് വിത്ത് മാസ്റ്റേഴ്സ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാസ്റ്റേഴ്സിൻ്റെ കൂടെ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സിനെ ബറി ചെയ്യുന്നത്. പിന്നെ ഹാരപ്പൻ മെൻഹിർസ് ഈ പറയുന്ന മെഗാലിത്ത് പോലെ ഒരു സാധനം തന്നെയാണ്. ദെൻ ഹാൻഡ് മെയ്ഡ് പോട്ടറി നിങ്ങൾക്ക് കാണാം. ഓൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തുമായിട്ട് അനിമൽ സ്കിന്നിനെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്നതാണ്. നമ്മളിപ്പം ഷോളായിട്ടൊക്കെ ഉപയോഗിക്കത്തില്ല, പണ്ടത്തെ കശ്മീർ ഷോളുകൾ എന്നൊക്കെ പറയുന്ന ആ സാധനമാണ് ഓൾ എന്ന് പറയുന്നത്.
ദെൻ സെൻട്രൽ ഇന്ത്യയിലെ സൈറ്റുകൾ നമുക്ക് ലഹുരദേവ, ചോപ്പാനിമുണ്ട, കോൾഡിവ, മഹാഗര, ഇതൊക്കെ യു പിയിലാണ്. ലഹുരദേവയിലാണ് ആദ്യമായിട്ട് റൈസ് കൾട്ടിവേഷൻ്റെ ഒരു ഇൻഫർമേഷൻ ഉള്ളത്. ചോപ്പാനിമുണ്ടൊക്കെ ബേലൻ വാലി യു പിയിലാണ്. ഞാൻ പറഞ്ഞു ബേലൻ വാലി ഈസ് എ ലോവർ പാലിയോലിത്തിക് സൈറ്റ്. ദെൻ കമ്മിങ് ഓൺ ടു ഈസ്റ്റേൺ ഇന്ത്യ, നമുക്ക് ബീഹാറിലും വെസ്റ്റ് ബംഗാളുമാണ് മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെ ചിറാണ്ടിൽ നമുക്ക് ബോൺ ഇംപ്ലിമെൻറ്റ്സ് കാണാൻ കഴിയും, ബോൺ ടൂളുകൾ. കോഡ് മാർക്ഡ് പോട്ടറി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് മാർക്ഡ് പോട്ടറി ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ സെനുവർ, ഭീർബൺപൂർ, കുച്ചായ്, ഗോൽ ബൈസാസൻ, സങ്കർഗഞ്ച്, ഇതൊക്കെയാണ് ഈസ്റ്റേൺ ഇന്ത്യയിലെ സ്ഥലങ്ങൾ. ഒരു 3-4 വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നും. ദെൻ ഇവരുടെ ഇമ്പോർട്ടൻസ് ഇത്രേ ഉള്ളൂ. പോയിൻറ്റഡ് ബട്ട് സെൽസും ഷോൾഡേർഡ് ആക്സസും ആണ്. എന്താണ് പോയിൻറ്റഡ് ബട്ട് സെൽസും ഷോൾഡേർഡ് ആക്സസും? ഇതിനകത്ത് പോയിൻറ്റഡ് ബട്ട് സെൽറ്റുകൾ ഓർത്ത് വയ്ക്കുക, കാരണം അതായിരിക്കും ഓപ്ഷനിൽ വരുന്നത് ഈസ്റ്റേൺ ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ. സദേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് സങ്കനക്കല്ല്, തേക്കൽ കോട്ട, ബ്രഹ്മഗിരി, മാസ്കി, പിക്ലിഹാൽ, വാട്കൽ, ഹെമ്മിഗെ, ഹാലൂർ, ഇതൊക്കെ കർണാടകയിലാണ്. ഇതിനകത്ത് ചില പേരുകൾ നമുക്ക് പരിചയമുള്ള പേരുകളാണ്. ദെൻ നാഗാർജുനക്കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്, നാഗാർജുനക്കൊണ്ട നമ്മുടെ ലോവർ പാലിയോ സൈറ്റ് കൂടിയാണ്. രാമപുരം, വീരപുരം ഇൻ ആന്ധ്രാപ്രദേശ്. തമിഴ്നാടുവിൽ നമുക്ക് പയ്യാമ്പള്ളി സിൽക്ക് സാരീസ് അറിയാം അല്ലേ, പയ്യാമ്പള്ളി. അതേപോലെ പയ്യാമ്പള്ളിയിൽ ആഷ് മൗണ്ട് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഷ് മൗണ്ട്. ദെൻ ഉത്നൂർ ആൻഡ് പാൽവോയ് ഇൻ ആന്ധ്രാപ്രദേശ്, കൊടികൾ, കുപ്കൽ ആൻഡ് ബുഡിഹൽ ഇൻ കർണാടക, അവിടെയും ആഷ് മൗണ്ട് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം, ആഷ് മൗണ്ട് സൈറ്റുകൾ എവിടെയൊക്കെയാണെന്നുള്ളത്. നമുക്കൊരു മാപ്പിംഗ് സെഷൻ ചെയ്യാം. അതിൽ ഈ പറയുന്ന സൈറ്റുകളും അതിൻ്റെ സ്പെഷ്യാലിറ്റീസും മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്കൊരു മാപ്പിംഗ് സെഷൻ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നമുക്ക് ഡാവോജലി ഹാഡിങ് ആൻഡ് സാറുത്താരു, ഇത് രണ്ടും ആസാമിലാണ്. ഇവിടെ നമുക്ക് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ ആസാം, മേഘാലയ, നാഗാലാൻഡ് ആൻഡ് അരുണാചൽ പ്രദേശ്, ഇതൊക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ നമ്മുടെ ഈ പറഞ്ഞ നിയോലിത്തിക് കൾച്ചറിൻ്റെ സൈറ്റുകളാണ്. ഇവിടെ നമുക്ക് പ്രത്യേകത ഇതാണ്, ഷോൾഡേർഡ് ആക്സസും സ്പ്ലേഡ് സെൽറ്റ്. ഞാൻ നേരത്തെ ഒരു സെൽറ്റിൻ്റെ കാര്യം പറഞ്ഞു, പോയിൻറ്റഡ് ബട്ട് സെൽറ്റ്, അത് ഈസ്റ്റേൺ ഇന്ത്യയിലായിരുന്നു. ഷോൾഡേർഡ് ആക്സസ് ആൻഡ് സ്പ്ലേഡ് സെൽറ്റ് എവിടെയാണ്? ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. ദി പ്രസൻസ് ഓഫ് ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി പെയിൻറ്റിങ്സിലേക്ക് കടക്കുമ്പോൾ 3 ഫേസിലും പെയിൻറ്റിങ്സ് കാണാം. എസ്പെഷ്യലി പാലിയോലിത്തിക്കിൽ, അപ്പർ പാലിയോലിത്തിക്കിലാണ് പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടു തുടങ്ങിയത്. ദെൻ പോട്ടറി പറയുമ്പോൾ പാലിയോയിലും ഇല്ല, മീസോലിത്തിക്കിലും ഇല്ല, പക്ഷെ നിയോലിത്തിക്കിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കോഡ് മാർക്ഡ് പോട്ടറി എവിടെയാണ്? ചിറാണ്ട്, ബീഹാറിലാണ് കേട്ടോ. ദെൻ റോക്ക് ആർട്സ് 3 ഫേസിലുണ്ട്. ലോവർ പാലിയോലിത്തിക്കിലെ ഏറ്റവും അപ്പർ പാലിയോലിത്തിക് സ്റ്റേജിലാണ് ഈ റോക്ക് ആർട്സ് ഒക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇത് 3ഉം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സൈറ്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. നമുക്കൊരു മാപ്പിംഗ് സെഷനിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വേറെ രീതിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. സൈറ്റുകളിൽ ചിലപ്പോൾ ചില ആഡ് ഓണുകൾ കൂടി വരും, മറ്റ് പല ടെക്സ്റ്റുകൾ നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ മെയിൻ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഞാൻ ഉണ്ടെങ്കിൽ എന്താണ് ക്ലാരിഫൈ ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെ ഞാനിപ്പോൾ ഇത് റെഫർ ചെയ്തിരുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട് NCERT ആണ്, അതിൻ്റെ സെഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് എനിക്കും കൂടി, ഞാൻ സെൽഫ് സ്റ്റഡിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നേരത്തെ അങ്ങനെ വീഡിയോ ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല.
സോ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടമല്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, സോ ദാറ്റ് ഐ കെൻ നോ. കാരണം ഞാൻ അത്രത്തോളം നല്ല രീതിയിലല്ല പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ അടുത്ത സെഷൻ നെക്സ്റ്റ് ഡേ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മൾ സ്റ്റോൺ ഏജിൽ നിന്നും അടുത്ത ഇനിയിപ്പോൾ ബ്രോൺസ് ഏജിലോട്ടാണ് പോകുന്നത്. ബ്രോൺസ് ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരിക്കും അടുത്ത സെഷനിൽ എടുക്കുന്നത്. ഞാൻ ഷോർട്സുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുള്ളതെല്ലാം ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടെലിഗ്രാമിൻ്റെ എൻ്റെ ലിങ്ക് തരാം. അപ്പോൾ അതിൽ മെമ്പർ ആവാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ആൻഡ് എനിവേ, ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.